10 മാസം മുമ്പ് മരിച്ചുപോയ ഈ നമ്മുടെ പ്രിയ ചെറിയാച്ചൻ പൈസ ചോദിച്ചപ്പോൾ എനിക്ക് ആഘോഷമായി. കാരണം വെച്ചാൽ ഇപ്പോൾ മരിച്ചുപോയ ആള് ആദ്യമായിട്ടാണ് ഓണിൽ വരുന്നെന്നുള്ളത് ഈ ലോകത്ത് ആദ്യത്തെ ചരിത്രമാണ്. പരേതനായ എൻ്റെ പ്രിയ സുഹൃത്ത് എനിക്ക് വീഡിയോ കോൾ ചെയ്തു. എൻ്റെ പേര് അനിൽ പട്ടാഴി. എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് PG ചെറിയാൻ എന്നാണ്. അദ്ദേഹം എന്നിൽ നിന്ന്, ഞാനും അദ്ദേഹവും ഒരു പള്ളിയിൽ ഒഴേ ഇടവാങ്ങാണ്, മാറപ്രയം പള്ളിയിൽ ഇടവാങ്ങമാണ്. അദ്ദേഹം കുറഞ്ഞത് ഒരു 10 മാസമായി അദ്ദേഹം ഞങ്ങളെയൊക്കെ വേർവിട്ട് പോയിട്ട്. അതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. നെഞ്ചുവേദന വന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴും നിലവിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. നമ്മുടെ ചെറിയാച്ചൻ വന്നിട്ട് എന്നോട് കുറച്ച് സാമ്പത്തികം വേണം, എന്നെ സഹായിക്കണം, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനെ സഹായിക്കാം, കാരണം വെച്ചാൽ എൻ്റെ സുഹൃത്തായിരുന്നല്ലോ. അപ്പോൾ ഇദ്ദേഹം വന്ന് പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആകെ ബുദ്ധിമുട്ട് ഇതായി. കാരണം വെച്ചാൽ 10 മാസം മുമ്പ് മരിച്ചുപോയ ഈ നമ്മുടെ പ്രിയ ചെറിയാച്ചൻ പൈസ ചോദിച്ചപ്പോൾ എനിക്ക് ആഘോഷമായി. കാരണം വെച്ചാൽ അങ്ങനെ അവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ, അദ്ദേഹത്തിന് അവിടെ പൈസയുടെ ആവശ്യം എന്തുവാ, അങ്ങനെയാണോ അവിടെ എല്ലാവരും ബുദ്ധിമുട്ടിലാണോ കിടക്കുന്നത് ഒരു സംശയം വന്നു. അങ്ങനെ വന്നപ്പോൾ ആകെ ഞാനിങ്ങനെ ബുദ്ധിമുട്ടിയിരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞാൻ ഫോണിൽ വിളിച്ചു. രാജി, ഇങ്ങനെ ചെറിയാച്ചൻ പൈസ ആവശ്യപ്പെടുന്നുണ്ട്, അപ്പോൾ ചെറിയാച്ചന് എങ്ങനെയാണ് കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞു, അല്ലച്ചായ എവിടെ എന്തെന്ന് പറഞ്ഞാൽ അവരും ആരെ ബുദ്ധിമുട്ടിയിരിക്കുവാണല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് എനിക്കൊരു ആവശ്യം. കാരണം വെച്ചാൽ ഇത് എവിടെ നിന്നാണെന്ന് പറയണം. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് മറുപടിയില്ല. എവിടുന്നാ വന്നേ എങ്ങനെയെന്നുള്ള അറിയണമല്ലോ, എങ്ങനെ സത്യമാണോ ഇല്ലെന്ന് അറിയണ്ടേ. അങ്ങനെ മറുപടിയില്ല. അവസാനം ഈ പരേതനായ എൻ്റെ പ്രിയ സുഹൃത്ത് എനിക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ എടുക്കുമ്പോൾ കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അവസാനം തിരിച്ച് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. പിന്നെ ഈ പൈസ ആര് ചോദിച്ചു എന്ത് ചോദിച്ചെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക്, ഞാനിത് തമാശയല്ല, ഇത് തമാശയായിട്ട് എടുക്കരുത്. ഇതങ്ങനെ ഈ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഓൺലൈനിൽ ഒത്തിരി തട്ടിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ പരേതനായ എൻ്റെ സുഹൃത്തിൻ്റെ പേരിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇത് തെളിവാണ് ഈ സംഭവം കാണുന്നത്. ഞാനും അദ്ദേഹവുമായിട്ട് ഒരു അരമണിക്കൂർ എങ്കിലും ഞാനും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പരേതനായ എൻ്റെ ചെറിയാച്ചൻ നേരിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഭാര്യയുടെ അടുത്ത് കാണാൻ വരുന്നു, അവരൊക്കെ സുഹൃത്തുക്കളുടെ അടുത്ത് കാണാൻ വരുമെന്ന് പറയുന്നുണ്ട്. ഇത് സോഷ്യൽ മീഡിയ വഴി കാണാൻ വന്ന എൻ്റെ പ്രിയ സുഹൃത്തിനെ എനിക്ക് കാണാനും ആഗ്രഹമുണ്ട്. ഇങ്ങനെ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത് തട്ടിപ്പാണോ ശരിയാണെന്നല്ല, സത്യമാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ചെറിയാച്ചന് വരാൻ അവസരം ഉണ്ടെങ്കിൽ ചെറിയാച്ചന് വരട്ടെ. നടത്തുന്ന ആള് ഞാനും ഈ ചെറിയാച്ചന് സുഹൃത്താണെന്ന് അറിയത്തില്ലായിരിക്കാം. അപ്പോൾ മരിച്ചുപോയെന്നുള്ളതും അറിയത്തില്ലായിരിക്കും. അപ്പോൾ മരിച്ചുപോയ ആള് ആദ്യമായിട്ടാണ് ഓൺലൈനിൽ വരുന്നെന്നുള്ളത് ഈ ലോകത്ത് ആദ്യത്തെ ചരിത്രമാണ്. അതും എൻ്റെ അടുത്ത് തന്നെ. കാരണം വെച്ചാൽ അവരുടെ വീട്ടിലെ ദുഃഖത്തിലും സുഖത്തിലും എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ചെറിയാച്ചൻ്റെ ഇതിൽ തന്നെ അക്കൗണ്ടിൽ തന്നെ എനിക്ക് ക്യാഷ് ചോദിച്ചു വരുന്നത് പറഞ്ഞാൽ ക്യാഷ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ചെറിയാച്ചനെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ആ ചെറിയാച്ചൻ വന്നാൽ ഞാൻ അദ്ദേഹത്തിന് എത്ര പൈസ ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. എൻ്റെ പ്രിയ സുഹൃത്താണ്. ഭാര്യയെ വിളിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, അച്ഛാ കുഞ്ഞാച്ചൻ മരിച്ചു പോയിട്ട് 10 മാസമായി, പക്ഷേ കുഞ്ഞാച്ചൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പൈസ ചോദിച്ച കാര്യം അറിയത്തില്ല, ഇങ്ങനെ ഒട്ടനവധി ആളുകൾ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നാണ് ഇങ്ങനെ ഒട്ടനവധി, അതും എൻ്റെ പ്രിയ സുഹൃത്ത്, വേറൊരു സുഹൃത്തുണ്ട്, നമ്മുടെ ദീവ ഫാഷൻ ജുവലറിയിൽ നിൽക്കുന്ന ലാലു, എൻ്റെ പ്രിയ സുഹൃത്താണ്. ഞങ്ങൾ 3 പേരും ഒരു ഇടവാംഗമാണ്. അപ്പോൾ ലാലുവിനും ഇതുപോലെ കമൻറ്റ് പോയിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിൻ്റെ താഴെ അതിൻ്റെ കമൻറ്റ് വന്നിട്ടുണ്ട്. ചെറിയാച്ചൻ എന്ന് പറയുന്നത് ജീവിച്ചിരുന്ന സമയത്ത് പൊതുപ്രവർത്തന രംഗത്തും മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ ഒന്ന് കാണുന്ന ആഗ്രഹമുണ്ട്, നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ തരാം. ആദ്യം ചോദിക്കുന്നത് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ ഗൂഗിൾ പേ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഫോൺ പേ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ അതിന് മറുപടി കൊടുത്തില്ല. കാരണം വെച്ചാൽ ഇത് ഫോൺ പേ ആയാലും ഗൂഗിൾ പേ ആയാലും പൈസ കൊടുക്കേണ്ടത് അദ്ദേഹത്തിനാണല്ലോ. ചെറിയാച്ചന് പൈസ വേണമെന്ന് പറഞ്ഞാൽ എവിടെ കൊടുക്കേണ്ടതെന്നോ എങ്ങനെ കൊടുക്കണമെന്നൊന്നും അറിയത്തില്ലാത്തതിൻ്റെ പേരിൽ പോലീസിന് ഞാൻ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടെത്തണം. നിയമത്തിൻ്റെ വഴി പോകണല്ലോ. കാരണം പരേതനായ എൻ്റെ സുഹൃത്ത് പൈസ ചോദിച്ചു വരുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ള അറിയണ്ടേ. ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും ആരും ഇരയാകരുത്. കാരണം വെച്ചാൽ വേറെ നല്ല, ചിലപ്പോൾ സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ വേഷത്തിൽ ആരെങ്കിലും വരുന്നതായിരിക്കും. ഇതിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് നീങ്ങുക.